അവസാന സമയത്തേക്കാണ് എല്ലാം കൊണ്ടുപോകുന്നത്. അതായത് ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ എൻജോയ് ചെയ്ത് ഏകദേശം ഒരു ഡിസംബർ മാസമാകുമ്പോഴത്തേക്ക് ഫുള്ളി ടെൻസ്ഡ്. ഒരൊറ്റ കുട്ടിക്ക് പോലും ടൈം ടേബിൾ എന്ന സിസ്റ്റം തന്നെ ഇല്ല. പൂർണ്ണമായിട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ഈ ടെൻസ്ഡ് ആകുന്ന ആളുകൾക്ക് ടൈം ടേബിൾ തന്നെ ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഒരു ദിവസം ഞാൻ തൊട്ടടുത്ത ദിവസം ലീവാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, മക്കളെ നാളെ നിങ്ങൾ 12 മണിക്കൂർ വായിക്കണം. അപ്പോൾ എല്ലാവരും സാർ 12 മണിക്കൂറോ? 12 മണിക്കൂർ വായിക്കുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ടൈം ടേബിളും കൂടി സെറ്റ് ചെയ്തു. അതും കൂടി ഇവിടെ ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും 6 o'clock എണീക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും 6 o'clock എണീക്കും, ഉറപ്പിച്ചു. 6:30 to ഒരു 8:30 വരെ 2 അവർ നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡിയായി. ഒരു 1/2 hour ബ്രേക്ക് എടുത്തോളൂ. അങ്ങനെ 2 അവർ വെച്ചിട്ട് ഏകദേശം ഒരു 9:30 വരെയുള്ളൊരു 2 hour പാക്കേജ്. അത് ലഞ്ച് ബ്രേക്കൊക്കെ 1 hour കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ടൈം ടേബിൾ പാക്കേജ് ഞാൻ ചോദിച്ചു. 24 hour ഉണ്ട്. ആ 24 മണിക്കൂറിൽ നിങ്ങൾ 10 മണിക്കൂർ ഉറങ്ങിക്കോളൂ. അപ്പോൾ എത്രയായി? 14 മണിക്കൂറായി. 1 മണിക്കൂർ നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരുന്നോളൂ, നോ പ്രോബ്ലം. ഈ 1 മണിക്കൂർ കുളിച്ചോളൂ. അങ്ങനെയൊക്കെ സബ്സ്ട്രാക്ട് ചെയ്ത് അവസാനം എത്ര മണിക്കൂർ എന്ന് വെച്ചാൽ കുട്ടികളുടെ 10 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ അപ്പോഴാണ് അവർ പോലും ചിന്തിക്കുന്നത് 10 മണിക്കൂർ ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ വരെ 1 മണിക്കൂർ കൊടുത്തതിന് ശേഷമാണുള്ള ടൈമാണ് പറയുന്നത്. 10 മണിക്കൂർ എൻ്റെ കയ്യിലുണ്ട്. ഈ 10 മണിക്കൂർ ഞാൻ എന്തു ചെയ്തു എന്ന് തലേ ദിവസം നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഉപയോഗിച്ചവരുണ്ട്, ഗെയിം അഡിക്ഷനിൽ പെട്ടവരുണ്ട്, വെറുതെ ഇങ്ങനെ നോക്കി നടക്കുന്നവരുണ്ട്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടൈം ടേബിൾ സിസ്റ്റത്തിലേക്ക് കുട്ടികൾ വരുന്നില്ല. അത് വരുന്നത് തന്നെ എപ്പോഴാണ്? ഡിസംബറൊക്കെ കഴിഞ്ഞ ശേഷമാണ്. ഒന്ന് പരീക്ഷയോട് അടുക്കുമ്പോഴാണ് ആലോചിക്കുന്നത് പോലും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. കുട്ടികളിങ്ങനെ ഓവർ ടെൻഷൻ ആക്കുമ്പം അവരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനിപ്പിക്കുക. നിരന്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും അവർക്ക് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. കുട്ടി എല്ലാ പോയിന്റുകളും കൃത്യമായി വായിച്ചോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ പോയിന്റും വായിച്ചോന്നും. പഴയകാല ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ഏരിയ ഉണ്ടോ? ഫോക്കസ് ഏരിയ ഇല്ല, അത് കൊറോണയോടുകൂടി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. ഐ മീൻ 2020 ബാക്കിലുള്ള ക്വസ്റ്റ്യൻ പഴയ മുൻ മാതൃകൾ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി അത് കണ്ടു, ക്വാർട്ടർലി മുതൽ കണ്ടു തുടങ്ങി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം എനിക്ക് സയൻസ് സബ്ജക്റ്റുകളിലായിരുന്നു ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കുട്ടി പഠിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ മറ്റു പല സബ്ജക്റ്റുകളിലേക്കും ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആരും രക്ഷിതാക്കൾ പോലും ടെൻഷൻ ആവേണ്ടതില്ല. വളരെ സമാധാനപരമായിട്ട് കുട്ടിയെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുക, ചോദ്യങ്ങൾ നന്നായി ചെയ്യുക എന്നുള്ളതിലേക്ക് തന്നെയാണ് വരേണ്ടതെന്ന് തോന്നുന്നു. കാരണം മനസ്സിലാക്കുക, തീർച്ചയായും അത് കുറച്ചുകൂടെ ക്രിയേറ്റീവായ രീതിയിൽ അവതരിപ്പിക്കുക.